നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ജോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 14/3/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. അതുപോലെ കുരുമുളക് ഒരു കിൻഡലിൻ്റെ പുറത്ത് 100 രൂപയാണ് കൂടിയിരിക്കുന്നത്. വിദേശത്ത് വില കൂടിയുമ്പോൾ നമ്മുടെ നാട്ടിലെ റബ്ബറിന് വില കൂടാതെ നിൽക്കുകയാണ്. ഇനി റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS കിലോ 215 രൂപ 50 പൈസ, RSS കിലോ 210 രൂപ 50 പൈസ, ISNA 20 188, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 146 രൂപ 90 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചു വില നോക്കുമ്പോൾ RSS കിലോ 215 രൂപ 50 പൈസ, RSS കിലോ 210 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ആഴ്ചയുള്ള ഒട്ടുപാൽ കിലോ 138, 60% ആഴ്ചയുള്ള ഒട്ടുപാൽ കിലോ 103 രൂപ 50 പൈസ. കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 206, ലോട്ട് കിലോ 187 മുതൽ 182 രൂപ. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS കിലോ 215 രൂപ 50 പൈസ, RSS കിലോ 210 രൂപ 50 പൈസ. ഇനി ഫീൽഡ് ലാറ്റക്സ് 195 വ്യാപാരി വില. ഫാക്ടറി വില നോക്കുമ്പോൾ 205. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ ബാരൽ 9750, 30% DRCയുള്ള 200 ലിറ്റർ ബാരൽ 11700 35% DRCയുള്ള 200 ലിറ്റർ ബാരൽ 13650. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS കിലോ 236 രൂപ 79 പൈസ, RSS കിലോ 236 രൂപ 35 പൈസ. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം RSS കിലോ 207 രൂപ 50 പൈസ, RSS കിലോ 202 രൂപ 50 പൈസ, ISNA 20 180 മുതൽ 180 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 118 മുതൽ 130 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,730, ഒരു പവന് 1,17,840. അതുപോലെ 18 ക്യാരറ്റ് 12,052, ഒരു പവന് 96,416. അതുപോലെ 24 ക്യാരറ്റ് 16,069, ഒരു പവന് 1,21,552. ഇതാണ് ഇന്ന് രാവിലത്തെ സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 140 രൂപയും ഒരു പവൻ്റെ മുകളിൽ 1120 രൂപയാണ് കുറഞ്ഞത്. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്ററിന് 410, കൊപ്ര എടുത്തപിടി 151, കശുവണ്ടി 140, കൊക്കോ 300, അടയ്ക്ക പുതിയത് 390, പഴയത് 360, അഴക്കയർ 10, കരിപ്പട്ടിക്കയർ 10 മുതൽ 15, കാഞ്ഞിരക്കുരു 1850, ജാതിക്ക തൊണ്ടോട് കൂടി 300, കച്ചവലം ഉണങ്ങി 500, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പ് 925, നെല്ല് കിൻഡൽ 2500, പിണ്ണാക്ക് സ്പെലർ 39, റോട്ടറി 41, കുരുമുളക് അൺകാറുള്ള കിലോ 698, കുരുമുളക് കാറുള്ള കിലോ 718, കുരുമുളക് പുതിയത് 688, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെൽ 155, വാഴക്കുളം പൈനാപ്പിൾ പച്ച 46, പഴം 55, കാപ്പിക്കുരു 36,000, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685. എന്തായാലും ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അധികാരത്തിന് വേണ്ടി മാറുകയാണ്. അതുവരെ പ്രവർത്തിച്ച തത്വങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം മാറുകയാണ്. എല്ലാം അധികാരത്തിൻ്റെ പ്രശ്നങ്ങളാണ്. കാരണം ചുമന്ന ബോർഡ് വെച്ച് അവർക്ക് സർക്കാരിൻ്റെ ചെലവിൽ ഇറങ്ങി നടക്കുകയും മറ്റും ചെയ്യാം. നിലവിൽ ഒരു MLA കിട്ടുന്ന ശമ്പളവും മണ്ഡല അലവൻസ്, ടെലിഫോൺ അലവൻസ്, യാത്രാവത്ത തുടങ്ങിയവ അടക്കമുള്ള ആനുകൂല്യങ്ങളും 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയാണ് 2018 ഉയർത്തിയത്. അതുകൊണ്ടാണ് അധികാരം കിട്ടിയവർ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. 2018 മന്ത്രിമാരുടെ ശമ്പളം 57,000 നിന്ന് ഇപ്പോൾ 97,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അവർക്കും കോളാണ്. എന്തായാലും പൊതുജനം നല്ല രീതിയിൽ മനസ്സിലാക്കി നല്ലവർക്കായി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. മണ്ഡലത്തിൻ്റെ വികസനത്തിന് ആര് പ്രവർത്തിക്കുന്നു അവർക്കായി വോട്ട് കൊടുക്കാം. കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.